ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡ് വി വ്ളോഗ്സ്. അപ്പോൾ നമ്മളൊരു കുഞ്ഞ് യാത്ര പോവുകയാണ് കേട്ടോ. വേറെ എവിടേക്കല്ല, നമ്മൾ പോകുന്നത് പീച്ചിയിലോട്ടാണ്. എൻ്റെ അച്ഛൻ്റെ വീട് പീച്ചിയിലാണ് കേട്ടോ. അപ്പോൾ പാപ്പൻ്റെ മോൻ്റെ ചെക്കൻ കാണൽ ചടങ്ങെന്നൊക്കെ പറയാം കേട്ടോ. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പോയതാണ്. അപ്പോൾ കുറച്ച് ഫസ്റ്റ് തന്നെ പറയാം, നമുക്ക് നല്ലപോലെ എല്ലാ വീഡിയോയും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് എല്ലാം കൂട്ടിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. പോയ ഉടനെ തന്നെ എല്ലാവരും റംബൂട്ടാൻ്റെ പിന്നിലായിരുന്നു. അവിടെ 2 മരത്തും നിറയെ റംബൂട്ടാൻ കായ്ച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും റംബൂട്ടാൻ്റെ പിന്നാലെ അത് പൊട്ടിച്ച് കഴിക്കലായിരുന്നു കേട്ടോ. നല്ല റെഡ് കളറാവുന്ന റംബൂട്ടാനാന്ന് പറഞ്ഞേ, യെല്ലോ കളറാകുമ്പോഴേക്കും നമ്മളെല്ലാവരും അത് പൊട്ടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതേ മേമന്മാരൊക്കെ അവർ വരുമ്പോഴേക്ക് തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചായയും സ്നാക്സ് ബേക്കറിയൊക്കെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ യാതൊന്നും എന്തേ കണ്ടില്ലേ, റംബൂട്ടാനൊക്കെ കഴിച്ച് മുറ്റത്തിൽ കൂടെ ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴേക്കും നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും അവർ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് നമ്മളിത് കഴിക്കാനായിട്ട് ബേക്കറി ഐറ്റംസും ചായയും എല്ലാം വെച്ച് കൊടുത്തു. പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ അവർ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പോയിട്ടോ. അത് ചേച്ചിയുടെ മോളാണേ. എത്രല്ലോ പഠിക്കണേ? UKG. ഗുഡ് ഗേൾ ആണ് കേട്ടോ. ടാറ്റാ പറഞ്ഞേ. അങ്ങനെ വന്നവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ സ്നാക്സ് കഴിക്കാൻ അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ, അവരുടേതായ രീതിയിൽ. പിന്നെ അത് കഴിയുമ്പോഴേക്കും നമ്മൾ വലിയവരും എല്ലാവരും കൂടെ അവിടെ ആ വെച്ച സാധനങ്ങളെല്ലാം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയായിരുന്നു. വന്നവരാരും കഴിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ അത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ, വരുന്നവർ ഗസ്റ്റുകളൊന്നും കഴിച്ചില്ലെങ്കിൽ അവർ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എടുത്ത് കഴിക്കുന്നു പറയണ പോലെ. പിന്നെ അതൊക്കെ കഴിയുമ്പോഴേക്കും അവിടെ ലഞ്ചിന് വേണ്ടിയിട്ട് ബിരിയാണിയും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് നമ്മളിതാ തിരിച്ച് വന്നേക്കാണ്. വരണ സമയത്ത് ഡാമിൻ്റെ അടുത്ത് തന്നെ കേട്ടോ വീട്. അപ്പോൾ നമ്മൾ ഡാമിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു കേട്ടോ. യാദുമോൻ ഇതുവരെ വന്നിട്ടില്ല പീച്ച് ഡാമിലോട്ട്. അപ്പോൾ യാദുമോനെയും കാണിക്കാമെന്നൊക്കെ വന്നു. ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മുകളിലോട്ട് പോയില്ല, താഴെയായിരുന്നു. ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കാണാൻ വന്നതാ. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. എല്ലാവരും പോയിട്ടുണ്ടാവും, കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ഷട്ടറൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയൊരു ടൈമാണ്, വന്ന് കാണാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യണേ. നല്ല അടിപൊളിയായിരുന്നു. നമ്മളതൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നടന്നു അതിൽ കൂടെ. പിന്നെ നമുക്ക് കുറച്ചും കൂടെ നടക്കണം പോകുന്നതെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പിന്നെ അധികം പോയില്ല കേട്ടോ. നമ്മൾ പിന്നെ അപ്പോഴേക്കും യാദക്കൂട്ടന് ഒരു ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് വരികയാണ് ചെയ്തത്. നമ്മളെവിടെ വന്നിരിക്കണേ? പീച്ചി ഡാം. അറിയാതെ ഇനി ഞങ്ങൾ പീച്ചി ഡാമിൽ ഷട്ടറൊക്കെ തുറന്നു എന്ന് പറഞ്ഞപ്പോൾ വന്നതാ. ആക്ച്വലി പീച്ചി ഡാമിലേക്ക് വന്നതല്ല, ഇവിടെ അച്ഛൻ്റെ വീട് വരെ വന്നതായിരുന്നു. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഡാം. ഞങ്ങൾ ഡാമിലോട്ടും കൂടെ വരാമെന്ന് പറഞ്ഞ് വന്നതായിരുന്നു. യാതുട്ടാ നല്ല വെയിലാണ് കേട്ടോ, കൊടയൊന്നും എടുത്തില്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നമ്മൾ യാദുമോന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോവായിരുന്നു കേട്ടോ. ബട്ടർ സ്കോച്ചിൻ്റെ കോൺ ടോപ്പായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അച്ഛന് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്കും എനിക്കും യാദുമോനാണ് വാങ്ങിച്ചത്. അപ്പോൾ അതെല്ലാം കഴിച്ച് നമ്മളിതേ അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.